ഞങ്ങൾക്ക് കടമെടുക്കാൻ ഈ നിശ്ചിതമായ 3.5 അതിൽ 0.5 പവർ സെക്ടറിലെ കടമെടുക്കാൻ പറ്റുള്ളൂ. 3% ആണ് GSCPയുടെ കടമെടുക്കാൻ പറ്റുന്നത്. അതിനകത്ത് ഞങ്ങൾക്ക് കടമെടുക്കാൻ എല്ലാ സർക്കാരും കടമെടുക്കണ്ടേ? ആ കടമെടുക്കാനുള്ള തുക ഇതിൽ നല്ലൊരു ഭാഗം ഈ കിഫ്ബിക്ക് വേണ്ടി തിരിച്ചടക്കണം. ഇതാണ് സ്ഥിതി. ആ കിഫ്ബി ഉണ്ട്. എന്നിട്ട് അതൊരു പ്രത്യേകമായ സാമ്രാജ്യം. ധനകാര്യ വകുപ്പോട് യാതൊരു ബന്ധമില്ല. ധനകാര്യ വകുപ്പിലേക്ക് ഫയൽ വരില്ല. പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റിംഗ് ഇല്ല. ഒന്നുമില്ലാതെ ഒരു പ്രത്യേകമായ വേറൊരു സാമ്രാജ്യം, വേറൊരു ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ് അവിടെ. അതിനെപ്പറ്റി ഒരു ചാപ്റ്റർ ഉണ്ട്. അങ്ങ് നിങ്ങൾ വായിക്കണം. നിങ്ങൾ വായിക്കണം. അത് സ്റ്റേറ്റ് എക്സ്ചക്കറിനെ ഏതെല്ലാം തരത്തിൽ ഭരണകക്ഷിയിലായിരുന്നുവെങ്കിലും അന്ന് ഇപ്പോൾ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ അംഗം അദ്ദേഹം അതിനെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ കുറവുകൾ അന്ന് മനസ്സിലാക്കിയ ആളാണെന്നാണ് എൻ്റെ വിചാരം. അന്ന് നിങ്ങൾ ആലോചിക്കണം. മുൻ മന്ത്രിയായിരുന്ന സി മുഹമ്മദ് റിയാസ് ഇവിടെ ഇരിക്കുന്നു. PWD എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് പരിഹരിക്കാവുന്നതല്ലേ. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. അങ്ങ് PWD മന്ത്രിയായിരുന്നു. നന്നായി ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവിടെ നിന്നുള്ള ഈ വർക്കെല്ലാം എടുത്തിട്ട് പുറത്ത് ഇതുപോലത്തെ ഒരു ഏജൻസിക്ക് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്തു വലിയ തുക മേടിച്ച് 9%, 9.72% പലിശയ്ക്ക് മേടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് 6% പലിശയ്ക്ക് ബാങ്കിലിടുക. ആ പലിശ കൊടുക്കുക. ആരാണ് അൾട്ടിമേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്? ബജറ്റിലാണ് അതിൻ്റെ മുഴുവൻ ബാധ്യത വന്നിരിക്കുന്നത്. അതിന് ആ വർക്കിലൊക്കെ ഉണ്ടായിരിക്കുന്ന അൺനെസസറി ആയിട്ടുള്ള ഡിലേ ഇല്ലേ, ഭയങ്കര ഡിലേ ആണ്. PWDയിൽ ഡിലേ വരുന്നത് എപ്പോഴും ഒരു കോൺട്രാക്ടർ ഇട്ടിട്ട് പോയാലേ. ഇല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട് PWDക്ക്. ഇപ്പോഴും ഉണ്ട് ഒരു സിസ്റ്റം. കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ കുറെ കൂടെ ഭംഗിയാക്കുക. ഒരു കോൺട്രാക്ടർ ഇട്ടിട്ട് പോയാൽ അയാളെ റിസ്ക് ആൻഡ് കോസ്റ്റിലെ മാറ്റി പിന്നെ ഒരു പുതിയ ടെൻഡർ വെച്ച് കോൺട്രാക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം. ഇതൊക്കെ ആ സിസ്റ്റം എല്ലാം തകർത്ത് അതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി. ആ സംവിധാനം ഇന്നിപ്പോൾ ഞങ്ങളുടെ തലയിലിരിക്കുകയാണ്. ഉള്ള കാര്യം പറഞ്ഞതാണ്. അത് ഞാൻ എല്ലാ MLA-മാരും കൂടി അറിയാൻ പറയുകയാണ്. അത് ഒന്നുകൂടി പരിശോധിച്ച് വിദഗ്ധാഭിപ്രായങ്ങൾ കൂടി തേടി ആർക്കും ദോഷമില്ലാത്ത കാര്യത്തിൽ സ്റ്റേറ്റിനും ചെയ്ത വർക്കുകൾക്കും ഒന്നും ദോഷകരമല്ലാത്ത രീതിയിൽ എല്ലാ MLA-മാർക്കും ടെൻഷനാണ്. ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തും പെട്ടവർക്ക് വർക്ക് അവാർഡ് ചെയ്തു. ചിലത് AS കൊടുത്തു, ചിലത് TS കൊടുത്തു, ചിലത് ആകാശത്തും ഭൂമിയിലല്ലാതെ ചില വർക്ക് നിൽക്കുന്നു. എന്താണ് സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഭീതിയാണ്. നമുക്ക് ആർക്കും ദോഷകരമല്ലാത്ത രീതിയിൽ ഒരു നല്ല രീതിയിൽ അത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഒന്നുകൂടി പഠിച്ച് വളരെ വേഗത്തിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകും. സാർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ നയപ്രഖ്യാപന പ്രസംഗം കേട്ട് നിരാശ വന്നു. അങ്ങനെ നിരാശപ്പെടരുതെന്നാണ് എൻ്റെ വിനയപൂർവ്വമായ അഭ്യർത്ഥന. ഇത് പ്രതീക്ഷയുണർത്തുന്നൊരു നയപ്രഖ്യാപനമാണ്. ഇനി BJP പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് നല്ലത് പറഞ്ഞെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. നല്ലത് പറഞ്ഞെങ്കിൽ ഇപ്പം ആരുടെയെങ്കിലും പ്രകടന പത്രികയിൽ ഏതെങ്കിലും രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ടോ? ഞാനതൊന്നും നോക്കിയിട്ടില്ല. ഞങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഇതിനകത്ത് സൂചിപ്പിച്ചത്. പിന്നെ രാഷ്ട്രീയ ദുരൂഹത ഉണ്ട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു. അങ്ങയോട് ഞാൻ ഒരു കാര്യം അങ്ങ് പറഞ്ഞു. അങ്ങ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ച് നോക്കണം. ഈ കണക്ക് തരുന്ന സമയത്ത് അങ്ങ് നിയമത്തെ ഒരു കണക്ക് പറഞ്ഞു. നിങ്ങൾ 3-ാം സ്ഥാനത്ത് പോയി 3 എടുത്തു. നിങ്ങൾ നിയമത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞു എന്ന് പറഞ്ഞു ഇല്ലേ? നിയമത്ത് ഞങ്ങളുടെ മാത്രമാണ് വോട്ട് കുറഞ്ഞത്. LDF-ന്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരിശോധിച്ചോ? LDF-ന്റെ വോട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഇനി ഇത് പറഞ്ഞപ്പോൾ അങ്ങയുടെ ഉപദേശകരെ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താത്തൊരു കാര്യം കൂടി പറയാം. ചാത്തന്നൂര് ഞങ്ങൾക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് 1000-ഓളം വോട്ട് കൂടിയപ്പോൾ നിങ്ങളുടെ LDF-ന്റെ 11,771 വോട്ട് താഴോട്ട് പോയി. അപ്പൊ നിയമത്തെ കാര്യം മാത്രം പറഞ്ഞാൽ പോരല്ലോ, ചാത്തന്നൂരത്തെ കാര്യം പറയണ്ടേ? കഴക്കൂട്ടത്ത് UDF 4,188 കൂടുതൽ മേടിച്ചു. നിങ്ങളുടെ വോട്ട് എത്രയും പോയെന്നറിയാമോ? 17,554. എന്നിട്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കഴക്കൂട്ടത്ത് നിങ്ങളുടെ വോട്ട് കുറഞ്ഞെന്ന് പറഞ്ഞിരിക്കും. കഴക്കൂട്ടത്ത് നമ്മൾ 2 പേരെ കുറഞ്ഞു. മനസ്സിലായ? പിന്നെ അല്ല, നിയമത്ത് കഴക്കൂട്ടത്ത് ഞങ്ങൾക്ക് 2 ഞങ്ങളുടെ വോട്ട് കൂടി. ചാത്തന്നൂരും കൂടി, കഴക്കൂട്ടത്തും നമ്മുടെ കൂടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.